അല്ല, നമ്മുടെ മുമ്പിൽ ഈ ജീവിക്കുന്ന കാലത്ത് തന്നെ നിരവധി അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന പൗരന്മാരാണ് നമ്മൾ. ഈ ഭരണകാലത്ത് തന്നെ എത്രയോ മുഖ്യമന്ത്രിമാർ കേസുകളിൽ കുടുക്കി ജയിലിലിടുന്നു. മാസങ്ങൾക്ക് ശേഷം അവസാനം കോടതി തന്നെ ഇടപെട്ട് ജാമ്യം കൊടുത്ത് പുറത്തുവിടുന്നു. ആ കേസുകളിൽ കോടതിയിൽ കൊണ്ടുവരുന്ന EDയുടെ രേഖകൾ കോടതി തന്നെ നിരാകരിക്കുന്ന നിരവധി അനുഭവങ്ങൾ. കാരണം സമയം കുറവുകൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഒരാൾക്ക് നിഷേധിക്കാൻ കഴിയാത്ത വസ്തുതകളാണതൊക്കെ. അങ്ങനെ നിൽക്കുന്ന കേന്ദ്ര ഏജൻസികൾക്ക് മുൻപിലേക്കാണ് ശ്രീ സെബാസ്റ്റ്യൻ പോൾ ഈ നിയമം കൂടി വരുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും എന്നതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട വശം. ഇപ്പോൾ താങ്കൾ നേരത്തെ ഏകാധിപത്യവും ഫാസിസവും തമ്മിലുള്ള ആ വ്യത്യാസത്തെ സംബന്ധിച്ച് വളരെ വ്യക്തവും ശക്തവുമായി പറഞ്ഞു വെച്ചു. ഏതായാലും BJP പ്രതിനിധി ആ ഭാഗത്തേക്കൊന്നും പോകാനും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് ഈ പറഞ്ഞതുപോലെ പൗരാവകാശങ്ങൾ പൂർണ്ണമായും തകർത്തെറിഞ്ഞു കോൺഗ്രസ് ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത്. അതുപോലെ തന്നെ ഭരണഘടനാ മൂല്യങ്ങൾ റദ്ദു ചെയ്യപ്പെട്ട കാലമാണ്. ഇതാ ഇപ്പോൾ തുടർച്ചയിൽ ഇങ്ങോട്ട് ഈ മൂന്നാം ടൈമിൽ നിൽക്കുന്ന മോദി സർക്കാരിൻ്റെ കാലത്ത് ഓരോരോ കേസെടുത്ത് നോക്കിയാൽ സംസ്ഥാനങ്ങളോട്, പ്രതിപക്ഷ സംസ്ഥാനങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്ന് കാണുന്നു. ഈ നിയമം കൂടി വരുന്നതോടുകൂടി ഈ കേന്ദ്ര ഏജൻസികൾ അവർക്കൊപ്പം ഈ നിയമം കൂടിയായാൽ സംഗതി അല്ലെങ്കിൽ സാഹചര്യം അങ്ങേയറ്റം അപകടകരമായൊരു തലത്തിലേക്ക് മാറും എന്നാണോ ഉറപ്പിച്ചു പറയുന്നത്? അതെ, നമ്മളെപ്പോഴും ഈ ആവർത്തിക്കുന്ന ഒരു പ്രയോഗമുണ്ട്, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് എന്ന്. ആ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിലെ ഏറ്റവും നല്ല ഉദാഹരണമാണിത്. ഇവിടെ അനുച്ഛേദം 356 സംസ്ഥാനങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന്. മറ്റ് പല രീതിയിലും കേന്ദ്രത്തിൻ്റെ സംസ്ഥാനങ്ങളെ ഉപദ്രവിക്കാം, സംസ്ഥാനത്തിൻ്റെ വിഹിതം നിഷേധിക്കാം, പല തരത്തിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ ആ 356 എന്നൊക്കെയുള്ളതൊരു പഴഞ്ചൻ ഏർപ്പാടാണ്. 1959 കേരളത്തിൽ പ്രയോഗിച്ച ഒരു ആയുധമാണത്. അതിനേക്കാളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് വളരെ കൃത്യമായ രീതിയിൽ തങ്ങളുടെ ആജ്ഞാനുവർത്തികളായി, തങ്ങളുടെ ഉത്തരവുകൾ പാലിക്കാൻ ബാധ്യസ്ഥരായി കുറേ ഏജൻസികൾ കേന്ദ്രത്തിലുണ്ട്. ആ ഏജൻസിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട്, ഞാനത് ആദ്യമേ പറയുകയുണ്ടായി, ഇവിടെ പേരുകളൊക്കെ പരാമർശിക്കപ്പെട്ട് കഴിഞ്ഞു. ആരെ വേണമെങ്കിലും, ഏത് മുഖ്യമന്ത്രിയെ വേണമെങ്കിലും ഒരു കേസിൽ കുടുക്കി ജയിലിലാക്കാം, റിമാൻഡ് ചെയ്യിക്കാം. അത് 30 ദിവസം നീണ്ടുപോകുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല ഈ നാട്ടിൽ. ശരത്ത് തന്നെ പറഞ്ഞില്ലേ, കുറ്റപത്രം തയ്യാറാക്കുന്നതിന് പോലും അതിൽ കൂടുതൽ സമയം ആവശ്യമുണ്ട്. പല കേസുകളിലും 180 ദിവസം വരെ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 30 ദിവസത്തെ റിമാൻഡ് എന്ന് പറയുന്നത് ഒരു വിഷമവുമുള്ള കാര്യമല്ല. ഒരു സമർത്ഥനായ പ്രോസിക്യൂട്ടറൊന്നും അതിന് ആവശ്യവുമില്ല. അങ്ങനെ വരുമ്പോൾ ആ സംസ്ഥാനത്തെ രാഷ്ട്രീയ അവസ്ഥ എന്തായിത്തീരും? അതാണ് ഇവിടെ നമ്മളിപ്പോൾ മുഖ്യമന്ത്രിമാരുടെ പേരുകളൊക്കെ പറയുന്നത് അഭംഗിയാണെങ്കിലും ചന്ദ്രബാബു നായിഡുവിൻ്റെ പേരുടെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അങ്ങനെയുള്ള മുഖ്യമന്ത്രിമാർ ഈ നാട്ടിലുണ്ട്. അപ്പോൾ ആരെ വേണമെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതിന്, ഭരണഘടനാപരമായ കോൺസ്റ്റിറ്റ്യൂഷണൽ ബ്ലാക്ക് മെയിൽ, അതിനുള്ള ഒരു ആയുധമായി അമിത്ഷായ്ക്ക് കയ്യിൽ വയ്ക്കുന്നതിനുള്ളതാണ് ഈ നിയമം. അതിലെ അപകടങ്ങൾ അത് തന്നെയാണ്. അതുകൊണ്ട് ആ അപകടങ്ങൾ സാധാരണ ജനങ്ങളൊക്കെ ഈ അഴിമതി മുക്തം എന്നൊക്കെ കേൾക്കുമ്പോൾ ആകൃഷ്ടരായേക്കാം. പക്ഷെ ആ സാധാരണ ജനങ്ങളെ, ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ, അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിനുള്ള ഉത്തരവാദിത്വം രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. ആ ഒരു എക്സ്ട്രീം ആയ സിറ്റുവേഷനിൽ ചെയ്യേണ്ടതായ കാര്യത്തിൻ്റെ ഒരു വശം മാത്രമാണ് നമ്മൾ ഇന്ന് ലോക്സഭയിൽ കണ്ടത്. ശരി.